Good morning, students. Today we are discussing the topic history of cooperative legislation in India. Then last topic impact of new Indian economic policy. Then നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ, എസ്പെഷ്യലി ഇൻ ഇന്ത്യയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് വന്നിരിക്കുന്നതിൻ്റെ ഒരു ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. then അതിൽ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഇങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്ത് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇന്ത്യ. ഫസ്റ്റ് ടോപ്പിക് ഈസ് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ്, then next one is post independence period, then last topic is impact of new economic policy. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്കറിയാം 1904 ഫ്രെഡറിക് നിക്കോൾസൻ്റെ നേതൃത്വത്തിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. 1912 അതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സിങ്ങിലേക്ക് വന്നു. ഓരോ കാലഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡും അതിനുശേഷം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ 1951 ഉണ്ടായിരിക്കേണ്ട 5 year പ്ലാൻസിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഉൾക്കൊള്ളിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. ന്യൂ എക്കണോമിക് പോളിസി ദെൻ നിങ്ങൾക്കറിയാം LPG നമ്മൾ പറയാറില്ല, ഏറ്റവും ഫേമസ് ആയിട്ട് നമ്മൾ പറയാറുള്ളതാണ്. ഏറ്റവും ഒരു മൊമെൻ്റാണ് ഇന്ത്യൻ എക്കോണമിയിൽ ഒരു ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളൊരു കാലഘട്ടമാണ് 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി, ന്യൂ എക്കണോമിക് പോളിസീസ് എന്നൊക്കെ പറയണത്. ദെൻ ന്യൂ എക്കണോമിക് പോളിസിയിൽ ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ PV നരസിംഹറാവു. ഗവൺമെൻറ് റിഡ്യൂസ്ഡ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഏറ്റവും കാലഘട്ടത്തിൽ ഈ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയൊക്കെ വരാനുണ്ടായിട്ടൊരു കാലഘട്ടം ഇന്ത്യൻ ഹിസ്റ്ററിയിലൊരു പ്രധാന മൊമെൻ്റാണത്. 1947 ശേഷമുള്ള ഒരു കാലഘട്ടങ്ങളിൽ പബ്ലിക് സെക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയും പബ്ലിക് സെക്ടറിൽ തന്നെ സ്ഥാപനങ്ങൾ നിലനിൽക്കണമെന്ന് പറയുകയും ഒരു പബ്ലിക് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റോടുകൂടി മാത്രമേ ഒരു ഇന്ത്യൻ എക്കോണമിക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടും ഇന്ത്യൻ ഗവൺമെൻറ്റിനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു പബ്ലിക് സെക്ടറിൻ്റെ അധപതനമാണ് ഏതിലേക്ക് എത്തിയിരിക്കുന്നത്, ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്ന, ന്യൂ എക്കണോമിക് പോളിസി എന്ന് പറയുന്ന ലിബറലൈസ്ഡ്, പ്രൈവറ്റൈസ്ഡ്, ഗ്ലോബലൈസ്ഡ് എക്കോണമിയിലേക്ക് ലീഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രീവിയസ് ക്ലാസ്സുകളിലെ കൊമേഴ്സ് സ്റ്റുഡൻസ് പ്രത്യേകിച്ചും ന്യൂ എക്കണോമിക് പോളിസി അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ദെൻ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലാണ് ഗവൺമെൻറ് റിഡ്യൂസ്ഡ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്. അതേപോലെ തന്നെ ഓപ്പൺ റിസർവ്ഡ് സെക്ടർ ഫോർ ദി പ്രൈവറ്റ് പ്ലെയേഴ്സ്. മാത്രമല്ല അതുവരെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന പ്രൈവറ്റ് സെക്ടേഴ്സിന് ഒരിക്കലും ഒരു എൻട്രി കൊടുത്തിരുന്നില്ല. പ്രൈവറ്റ് വ്യക്തികൾക്ക് ബിസിനസ് നടത്താനുള്ള അനുമതി കൊടുത്തിരുന്നില്ല. അതേപോലെ തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടീസൊക്കെ വളരെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനുള്ള ചുങ്കം, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് അതൊക്കെ വളരെ ഹൈ ആയിരുന്നു. അതൊക്കെ പതിയെ റിലീസ് ചെയ്തു. പ്രൈവറ്റ് മെമ്പേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു എക്കണോമിക് സിറ്റുവേഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നു. ആൻഡ് ഇറ്റ് ദ ഇന്ത്യൻ കറൻസി ടു ഇൻക്രീസ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് സോൺസ്. മാത്രമല്ല ഡിവാലുവേഷൻ ഓഫ് മണി, പണത്തിൻ്റെ മൂല്യം, അതിലുണ്ടായിരിക്കുന്ന ഇടിവ് അത് ഇല്ലാതെയാക്കാൻ വേണ്ടി ഒന്നുകൂടെ എക്സ്പോർട്ട് സോൺസിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് LPG. ഇതിനെയാണ് LPG എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയിലെ ഈ കോപ്പറേറ്റീവ് സെക്ടറിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത്? ആ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ് 3 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. 3 കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഏത് പഠിക്കുന്നത്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിനെ പഠിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. 1991 എന്ന് പറയുന്ന ഒരു കാലഘട്ടം, 1991 കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് ചൗധരി ബ്രഹ്ം പ്രകാശ് കമ്മിറ്റി പ്രൊപ്പോസ്ഡ് എ മോഡൽ ആക്ട് വിത്ത് എ വ്യൂ ടു എൻഷുർ ഓട്ടോണമി, ഡെമോക്രസി ആൻഡ് പ്രൊഫഷണലിസം ഇൻ എ കോപ്പറേറ്റീവ് സിൻസ് കോപ്പറേഷൻ ഇസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ്. അവിടെ നമുക്ക് നോക്കേണ്ടത് ഓരോ ഇയർ വൈസ് ആയിട്ടാണ് നമ്മൾ ഇത്ര വരെ ഹിസ്റ്ററി പഠിച്ചിരിക്കുന്നത്. 1991 ചൗധരി ബ്രഹ്ം പ്രകാശ് കമ്മിറ്റി 1991. ചൗധരി ബ്രഹ്ം പ്രകാശ് കമ്മിറ്റി Then Chaudhary Brahm Prakash Committee proposed a model of with a view to ensure, അതായത്
നമുക്കറിയാലോ ഓരോ സമയത്തും ഓരോ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പല കമ്മിറ്റീസും അതിനെക്കുറിച്ച് എൻക്വയറി ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും 1991 ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്തായിരുന്നു സജസ്റ്റ് ചെയ്തിരിക്കുന്നത്? ആ റിപ്പോർട്ടിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, ഒരു കോപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓട്ടോണമസ് ഇൻ നേച്ചർ, ഡെമോക്രാറ്റിക് ഇൻ നേച്ചർ, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ്, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഒരു കോപ്പറേഷൻ നിലനിൽക്കേണ്ടത്. അപ്പോൾ ദെൻ അവിടെ ഒരു കമ്മിറ്റി, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനായിട്ടൊരു കമ്മിറ്റി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കമ്മിറ്റി അതിനെക്കുറിച്ച് പഠിക്കുകയും അതിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ വെച്ചാൽ ഈ ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റി പ്രൊപ്പോസ്ഡ് എ മോഡൽ ആക്ട് വിത്ത് എ വ്യൂ ടു എൻഷുവർ ഓട്ടോണമി. 3 പോയിൻറ്റ്സ് അവിടെ. എന്താണ് മോഡൽ? ഓട്ടോണമി, ഡെമോക്രസി ആൻഡ് പ്രൊഫഷണലിസം ഇൻ കോപ്പറേറ്റീവ്സിൻ്റെ ഇടയിൽ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അവരുടെ പ്രപ്പോസൽ ഇങ്ങനെ ഓട്ടോണമി ഇൻ നേച്ചർ. ഓട്ടോണമി എന്ന് വെച്ചാൽ സ്വയം പര്യാപ്തമായിട്ട് സ്വയം ഡിസിഷൻ എടുക്കാനുള്ള അല്ലേ, ഓട്ടോണമി ഇൻ നേച്ചർ, സ്വയം ഭരണാധികാരം. ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ സ്വയം ഭരണാധികാരം നടത്താനുള്ള അധികാരം, അതിൻ്റെ ഇലക്ഷൻ പ്രോസസ്സുകൾ, അതിൻ്റെ മാനേജ്മെൻറ്റ് പ്രോസസ്സ്, അതിൻ്റെ എക്സിക്യൂട്ടറി പ്രോസസ്സുകളൊക്കെ തീരുമാനമെടുക്കാനുള്ള റൈറ്റ്. സോ ഇറ്റ് ഈസ് ഓട്ടോണമസ് ഇൻ നേച്ചർ. തീർച്ചയായിട്ടും ഓട്ടോണമസ് ആണ്. സെയിം ടൈം അതെന്താണ്? ഡെമോക്രാറ്റിക് ഇൻ നേച്ചർ. ഡെമോക്രാറ്റിക് ഇൻ നേച്ചർ എന്ന് പറയുമ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ. ദെൻ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് സ്കിൽസ് മാത്രമല്ല, ശരിയായിട്ടുള്ള പ്രൊഫഷണലിസം കൂടെ അപ്ലൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം കോപ്പറേറ്റീവ്സ് ഉണ്ടായിരിക്കേണ്ടത്. സിൻസ് കോപ്പറേഷൻ ഇസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ്, അതുകൊണ്ട് തന്നെ കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെന്നും ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കോപ്പറേറ്റീവ് ലോ. ദ ഡ്രാഫ്റ്റ് മോഡൽ ഓഫ് കോപ്പറേറ്റീവ് ആക്ട് വാസ് സർക്കുലേറ്റ് ടു ഓൾ സ്റ്റേറ്റ്. അതായത് ഓരോ കോപ്പറേറ്റീവ്സിനും ഓരോ സ്റ്റേറ്റിനും അവിടുത്തെ കോപ്പറേറ്റീവ് മോഡൽസ് തീരുമാനിക്കാനുള്ള അധികാരം വിട്ടുകൊടുക്കണം. സിൻസ് കോപ്പറേഷൻ ഈസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ്. അവിടെ അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന 3 പോയിൻറ്റ്സ് ഏതൊക്കെ 3 പോയിൻറ്റ്സ്? ഓട്ടോണമസ് ഇൻ നേച്ചർ, കണ്ടോ, ഓട്ടോണമസ് ഇൻ നേച്ചർ, ഓട്ടോണമസ് സ്വയം ഭരണാധികാരം. ദെൻ ഡെമോക്രാറ്റിക് ഇൻ നേച്ചർ, ഡെമോക്രസി ആൻഡ് പ്രൊഫഷണലിസം. And also next one is cooperation is a state subject. Cooperation is a state subject. It's a model. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇമ്പാക്റ്റ് 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി വന്നു. ഈ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി വന്നതിൻ്റെ ആഭിമുഖ്യത്തിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിനെ കുറിച്ച് അന്വേഷിക്കാനോ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനോ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഇത്. ദെൻ ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റി എന്ന് പറയുന്നത്. അവർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നൽകുന്ന സംഭാവന എന്താണ് കോൺട്രിബ്യൂഷൻ, അവരുടെ വാല്യുബിൾ സജഷൻസ് എന്താണ്? ആ വാല്യുബിൾ സജഷൻ കോപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓട്ടോണമസ് ഇൻ നേച്ചർ, ഇറ്റ് ഈസ് ഡെമോക്രാറ്റിക് ഇൻ നേച്ചർ ആൻഡ് ഓൾസോ അപ്ലൈഡ് ഇൻ പ്രൊഫഷണലിസം ഇൻ മാനേജ്മെൻറ്റ്. ആൻഡ് ഓൾസോ ഹി സജസ്റ്റഡ് ദാറ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ് ലെവൽ സബ്ജക്റ്റ്. അതൊരു ഓരോ സ്റ്റേറ്റിനും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആക്കിയിട്ട് അതിനെ മാറ്റണം എന്നുള്ള രീതിയിലൊരു സജഷനാണ് അതിൽ വെച്ചിരിക്കുന്നത്. ദെൻ ദ ഡ്രാഫ്റ്റ് മോഡൽ കോപ്പറേറ്റീവ് ആക്ട് വാസ് സർക്കുലേറ്റഡ് ടു ഓൾ ദി സ്റ്റേറ്റ്. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് എല്ലാ സ്റ്റേറ്റിനും എന്ത് കൊടുത്തിട്ടുണ്ട്? ഇതൊരു ഓട്ടോണമസ് നേച്ചറാണെന്നും ഇതൊരു സ്റ്റേറ്റ് ലെവൽ സബ്ജക്റ്റാണ് കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഡ്രാഫ്റ്റ് മോഡൽ സർക്കുലേറ്റ് ചെയ്യേണ്ടായി. സെയിം ടൈം ദെൻ ആന്ധ്രാപ്രദേശ് passed the Mutually Aided Cooperative Societies Act 1995 on the line Model Act. 1991 LP 95 കോപ്പറേറ്റീവ് ഒരു മോഡൽ ആക്റ്റായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആദ്യം അത് ചെയ്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശാണത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിനെ തുടർന്ന് ബീഹാർ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജമ്മു കാശ്മീർ, കർണാടക, ഒറീസ ആൻഡ് ഉത്തരാഖണ്ഡ്, അത്തരം സംസ്ഥാനങ്ങളിലൊക്കെ അത് വളരെ പെട്ടെന്ന് തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുകയും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1884 was replaced with the Multi-State Cooperative Societies Act 2002 which also contained the provisions suggested the Model Act. പിന്നീട് എത്രമാത്രം നമുക്കിവിടെ ആലോചിക്കാനുള്ളൂ. ദെൻ ഇവിടെ 2002 അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ചൗധരി ബ്രഹ്മ കമ്മിറ്റി അവർ ചെയ്തിരിക്കുന്ന അവരുടെ പ്രപ്പോസൽ, കമ്മിറ്റി പ്രപ്പോസൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓട്ടോണമസ് ഇൻ നേച്ചർ, ഡെമോക്രസി ആൻഡ് പ്രൊഫഷണലിസം, അതാണ് സജഷൻ. മാത്രമല്ല ഓൾസോ സജസ്റ്റഡ് ദാറ്റ് കോപ്പറേഷൻ ഈസ് എ സ്റ്റേറ്റ് ലെവൽ സബ്ജക്റ്റ്. ഈ സ്റ്റേറ്റ് ലെവൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്
അത് മോഡൽ എല്ലാ സ്റ്റേറ്റിലേക്കും അത് സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ടായി. അത് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശ്. അത്ര ആലോചിക്കുക. ബാക്കിയുള്ളതൊക്കെ സെയിം ടൈം 8 സംസ്ഥാനങ്ങളിൽ കൂടെ അത് വളരെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുണ്ടായി. സിമിലർ എനാക്ട്മെൻറ്റ് ഇൻ 8 അതർ സ്റ്റേറ്റ്, ബീഹാർ, ജമ്മു കാശ്മീർ എന്നൊക്കെ പറയുന്നവർ ആക്സെപ്റ്റ് ചെയ്യുണ്ടായി. അത്രയാണ് ആ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഒരു എഫക്റ്റ്. അതിനുശേഷം പിന്നീട് ഉണ്ടായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, റീപ്ലേസ്. അതായത് 1984 ഉണ്ടായിരിക്കേണ്ട മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു റിവിഷൻ നടത്തിയിട്ട് 2002 പുതിയ രീതിയിൽ റീപ്ലേസ് വിത്ത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 എന്ന് പറയുന്നത് ഈ മോഡൽ ആക്ടിൻ്റെ പ്രകാരം, അതായത് 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു. അത് ശരിക്കും പറയുക വെച്ചാൽ നമ്മൾ പറയുമ്പോൾ അത് 1991 മുന്നേ ഉണ്ടായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ദെൻ ആ 1984 ഉണ്ടായിരിക്കേണ്ട മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്നത് ഈ മോഡൽ ആക്ട് കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് വീണ്ടും 2002 ഒരു പുതിയ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ആക്ട് നിലവിൽ വന്നു. അപ്പോൾ ഓരോ വർഷം നോക്കാം. 1991 ചൗധരി ബ്രഹ്മപ്രകാശ് കമ്മിറ്റി അവർ റോഡ് മോഡൽ കൊണ്ടുവന്നു. അത് മറ്റ് സ്റ്റേറ്റുകളെ ആക്സെപ്റ്റ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പിന്നീടായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുമ്പോൾ ദെൻ 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റീപ്ലേസ് നിലവിൽ വന്നു എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന 84 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന് പറയുന്ന ആക്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് 2002 ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ് Government of India announced a national policy on cooperative in 2002. നാഷണൽ പോളിസി അതേസമയം തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് എ നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ്. 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നു. 2002 തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ GOI എന്നിട്ടാലും മതി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനാക്റ്റഡ് അല്ലെങ്കിൽ അനൗൺസ്ഡ് എ നാഷണൽ പോളിസി, ഒരു നാഷണൽ പോളിസി അനൗൺസ് ചെയ്തു റിലേറ്റഡ് ടു കോപ്പറേറ്റീവ്സിന്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനൗൺസ്ഡ് എ നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ് ഇൻ 2002. നാഷണൽ പോളിസി എൻവിസേജസ് promotion development of cooperatives as autonomous, independent and democratic in nature. ഇതേപോലെ തന്നെ ഓട്ടോണമസ് ആയിരിക്കണം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, സെയിം ടൈം ഡെമോക്രാറ്റിക് ഇൻ നേച്ചർ ആയിരിക്കണം. ദെൻ ദ കോൺസെപ്റ്റ് ഓഫ് പ്രൊമോഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓൺ ദ ബേസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് വോളണ്ടറി ഫോർമേഷൻ, ഡെമോക്രാറ്റിക് കൺട്രോൾ, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ക്യാൻ ബി സീൻ ഇൻ ഓൾമോസ്റ്റ് ഓൾ ദി റിപ്പോർട്ട് ഓഫ് വേരിയസ് കമ്മിറ്റീസ് അപ്പോയിൻറ്റഡ് ടു സ്റ്റഡി കോപ്പറേഷൻ സിൻസ് 1991. അതായത് 1991 മുതലേ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കമ്മിറ്റീസിൻ്റെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 2002 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് അനൗൺസ് ചെയ്യുകയുണ്ടായി. ദെൻ അതിൻ്റെ വെളിച്ചത്തിൽ നാഷണൽ പോളിസി പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ്സ്, അതിൻ്റെ മെയിൻ എയിം എന്തായിരുന്നു? ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനൊക്കെ നമ്മൾ ഒരുപാട് കോപ്പറേറ്റീവ്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കോപ്പറേറ്റീവ്സിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒന്നുകൂടെ അതിൻ്റെ ഫങ്ഷനിങ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, പ്രൊമോഷൻ ഇതിനൊക്കെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ചില അനൗൺസ്മെൻ്റാണ് നാഷണൽ പോളിസിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത്രയാണ് 2002 ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 2005 വൈദ്യനാഥൻ കമ്മിറ്റി. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇയർ വൈസ് ഇങ്ങനെ പഠിച്ചാൽ നമുക്കതൊന്ന് ജസ്റ്റ് നമ്മുടെ മെമ്മറിയിൽ നിൽക്കുള്ളൂ. വൈദ്യനാഥൻ കമ്മിറ്റിയിലെ ടാസ്ക് ഫോഴ്സ് ഓൺ ദ റിവൈവൽ ഓഫ് ഷോർട്ട് ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ, അതായത് ഹെഡഡ് ബൈ ടാസ്ക് ഫോഴ്സ് ഓൺ ദ റിവൈവൽ ഓഫ് ഷോർട്ട് ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിൻ്റെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു ടാസ്ക് ഫോഴ്സ്. ദെൻ അത് ഇറ്റ് ഈസ് ഹെഡഡ് ബൈ പ്രൊഫസർ വൈദ്യനാഥൻ, പോപ്പുലർലി നോൺ ആസ് വൈദ്യനാഥൻ കമ്മിറ്റി. അദ്ദേഹത്തിനെയാണ് ഇത് കമ്മിറ്റിയുടെ ഹെഡായിട്ട് അപ്പോയിൻ്റ് ചെയ്തിരുന്നത്. അപ്പോയിൻറ്റഡ് ബൈ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ.
ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ക്രെഡിറ്റ് ഫിനാൻസിങ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അതായത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എങ്ങനെ ലോൺ കൊടുക്കണം, ഇവർക്ക് ബാങ്ക് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമോ, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള പേരാണ് ഉപയോഗിക്കേണ്ടത്. ഈ ക്രെഡിറ്റ് മേഖലയിലെ, അതായത് ഇപ്പോൾ അവർ ചെയ്യുന്ന ഇപ്പോൾ ഫിഷറീസ് ഉണ്ടാവാം, ഞാൻ പറയാറുണ്ടല്ലോ ഫിഷറീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ പല ക്യാഷ്യൂ ഇങ്ങനെ പറയുന്ന പല മാർക്കറ്റിംഗ് മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, പലതരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്. അതിൽ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ മാത്രം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ബാങ്കിങ് ഒക്കെ വൃത്തിയായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ ബാങ്കിങ്ങിൽ നമുക്കറിയാം എന്തൊക്കെയാണ് അതിൻ്റെ എന്താ പറയുക ധനപരമായിട്ടുള്ള കാര്യങ്ങളുടെ ഇടപെടലുകൾ എങ്ങനെയാണ്, അതിൻ്റെ ബാങ്കിങ് സ്ട്രക്ചർ എന്താണ്, അപ്പെക്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓർഗനൈസ്ഡ് സെക്ടർ, അൺഓർഗനൈസ്ഡ് സെക്ടർ, ദെൻ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ്, ഇതെല്ലാം നിങ്ങൾക്കറിയാം, ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ചാൽ അതേസമയം തന്നെ ഇപ്പോൾ നമുക്കറിയുന്ന പോലെ നമ്മളിപ്പോൾ ഏറ്റവും ഒരു ലോ ലെവലിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രെഡിറ്റ് ബാങ്കിൽ നിന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുക്കണോ, SBI നിന്ന് ലോൺ എടുക്കണോ, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ലോൺ, ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ബാങ്കിങ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണ്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടി അതിൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എങ്ങനെയാണ് വായ്പകൾ കൊടുക്കുന്നത്, അവരുടെ റിസർവ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണേ, അതിന് ബാങ്ക് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാനുള്ള റൈറ്റ് ഉണ്ടോ, ഇതൊക്കെ അത് ഏത് രീതിയിലാണ്, അത് ശരിക്കും പറയാച്ചാൽ RBIക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന മേഖലയാണോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനാണ് 2005 വൈദ്യനാഥൻ എന്ന് പറയുന്ന പ്രൊഫസറുടെ അണ്ടറിലെ വൈദ്യനാഥൻ കമ്മിറ്റി ഫോം ചെയ്യുകയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തിന് അതിന് ഇൻചാർജ് കൊടുക്കുകയും ഒരു കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യാം. ഇതാണ് കമ്മിറ്റി. ദെൻ Finance Department of Government of India in the report 2000 made several suggestions for the improvement of functioning of cooperative. Then short term agriculture credit and activities. തീർച്ചയായിട്ടും ഒരു കമ്മിറ്റി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കമ്മിറ്റിൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് തീർച്ചയായിട്ടും ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിലെ ദെൻ സെവറൽ സജഷൻസ്, എന്തായിരുന്നു അവരുടെ സജഷൻ ഫോർ ദ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഷോർട്ട് ടൈം അഗ്രികൾച്ചർ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ്, അതായത് ഏതൊക്കെ രീതിയിലാണ് എന്ന് പറയുന്ന ഒരുപാട് സജഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ദ കമ്മിറ്റി റെക്കമെൻഡഡ് central financing package for cooperatives and state cooperative banks, also suggested refund of government share capital in this section. അതായത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വളരെ വലിയൊരു ഫൈനാൻഷ്യൽ പാക്കേജ് തന്നെ ആർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ദ കമ്മിറ്റി റെക്കമെൻഡഡ് സെൻട്രൽ ഫൈനാൻഷ്യൽ പാക്കേജ് ഫോർ ദ റിവൈവൽ ഓഫ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അപ്പോൾ അവിടെ പ്രൈമറി ലെവലിലുള്ള നമ്മൾ കാണുന്ന നമ്മുടെ ലോക്കൽ ഏരിയയിൽ കാണുന്ന ചില കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് വേണ്ട അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് എങ്ങനെ എത്തിക്കും എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. മാത്രമല്ല റെക്കമെൻഡ് ചെയ്തു സെൻട്രൽ ഫൈനാൻഷ്യൽ പാക്കേജ് ഫോർ ദ റിവൈവൽ ഓഫ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഒരു പാക്കേജാണ്, അവർക്കൊരു ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഒരു ഫിനാൻഷ്യൽ എയ്ഡാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, അത് കൊടുക്കണം എന്നുള്ള രീതിയിൽ അത് പറഞ്ഞു. വൈദ്യനാഥൻ കമ്മിറ്റി പ്രിസ്ക്രൈബ് ദ കണ്ടീഷണാലിറ്റീസ് ഓഫ് അലവിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് ഷുഡ് നോട്ട് യൂസ് ദ വേർഡ് ബാങ്ക് വിത്ത് ദെയർ നെയിം, ഷുഡ് ലിമിറ്റ് ദ സർവീസ് ഓൺലി ടു ദ മെമ്പേഴ്സ്. പക്ഷേ വൈദ്യനാഥൻ കമ്മിറ്റിയിലെ ബാങ്ക് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്ന് പറയുന്നൊരു ക്ലോസ് കൂടെ വെച്ചു. ഇത് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ള പേരിൽ തന്നെ നിലനിൽക്കണമെന്നും അതൊരു ബാങ്ക് എന്ന് പറയുന്ന ആസെപ്റ്റ് ആൻഡ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി എന്നൊക്കെ പറയുന്ന ഒരു ബാങ്കിങ് ഹാബിറ്റിൽ ആ വേർഡല്ല നമുക്ക് യൂസ് ചെയ്യേണ്ടേ. കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്ന് അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് വേണ്ട ലോൺസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ പറയാം. അതിനാവശ്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ പാക്കേജ് കൊടുക്കണം. അതല്ലാതെ ബാങ്ക് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നാണ് കമ്മിറ്റി സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതർ ദാൻ കേരള, ഗോവ ആൻഡ് ഹിമാചൽ പ്രദേശ് ഹാവ് ആക്സെപ്റ്റഡ് ദ പാക്കേജ് ബൈ സൈനിങ് ദ മെമ്മോറാണ്ടം ഓഫ് MOU, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് GOI ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് നബാർഡ്. തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ കമ്മിറ്റി ഓൾസോ ഒപ്പീനിയൻ ദാറ്റ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഷുഡ് നോട്ട് ഡു നോൺ ബാങ്കിങ് ആക്ടിവിറ്റീസ് സ്റ്റേറ്റ് അതർ ദാൻ കേരള, ഗോവ ആൻഡ് കേരള അല്ലാതെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളും അത് അംഗീകരിക്കുകയും അവർ പറയുന്ന മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ സൈൻ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കേണ്ട പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഇമ്പാക്റ്റ് പഠിക്കുമ്പോൾ 1991 ചൗധരി കമ്മിറ്റി ഫസ്റ്റ് റിപ്പോർട്ട്, അവരുടെ ഓട്ടോണമി, ഡെമോക്രാറ്റിക്, പ്രൊഫഷണലിസം,
ആൻഡ് കോർപ്പറേഷൻ ഈസ് എ സ്റ്റേറ്റ് ലെവൽ സബ്ജക്റ്റ്. ഈ 2 പോയിൻ്റാണ് അവിടെ നോക്കേണ്ടത്. ദെൻ അതായിരുന്നു അവരുടെ റെക്കമെൻഡേഷൻ. ദെൻ നെക്സ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് 2002 ഈ കമ്മിറ്റീസ് റിപ്പോർട്ടിൻ്റെ ഫലത്തിൽ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പിന്നീട് റീപ്ലേസ് ചെയ്യേണ്ടായി. 84-ലെ 2002 റീപ്ലേസ് ചെയ്യും. ഗവൺമെൻറ് ഓഫ് ദെൻ അതിൻ്റെ വെളിച്ചത്തിൽ 2002 ഗവൺമെൻറ് ഒരു നാഷണൽ പോളിസി പാസ്സാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് 2005 വൈദ്യനാഥൻ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. വൈദ്യനാഥൻ കമ്മിറ്റിയുടെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന ആരാ? ദെൻ അവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലീഡർഷിപ്പിലാണ് അദ്ദേഹത്തിന് ലീഡർഷിപ്പോട് കൂടിയിട്ടാണ് വൈദ്യനാഥൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയപ്പോൾ സെൻട്രൽ പാക്കേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ആവശ്യമാണെന്ന് പറഞ്ഞു. കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് എന്താവശ്യമുണ്ട്? ഫിനാൻസ് പാക്കേജ് സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഫിനാൻഷ്യൽ പാക്കേജ് വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. സെയിം ടൈം ബാങ്ക് എന്ന് പറയുന്ന ടൈം ഉപയോഗിക്കാനായിട്ട് റൈറ്റ് ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വൈദ്യനാഥൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 2009 ഹൈ പവേർഡ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ശിവജി റാവ് 2009 ശിവജി റാവ് പാട്ടീൽ ശിവജി റാവ് എന്നാണ് ഇപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട്. ശിവജി റാവ് പാട്ടീൽ സ്ട്രോങ്ലി സജസ്റ്റഡ് ദാറ്റ് law enacted in each state should truly reflect the letter of spirit of Model Cooperative Societies Act. Then the committee recommended that, അതായത് അവരും തീർച്ചയായിട്ടും അത് ഈ കോപ്പറേറ്റീവ് ഫങ്ഷനിങ് ഈ മുൻപ് പറയുന്ന പോലെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഡെമോക്രാറ്റിക് ഓട്ടോണമിക് ഇൻ നേച്ചർ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രൊഫഷണലിസത്തിനെയൊക്കെ അംഗീകരിക്കുന്നു. സെയിം ടൈം the committee recommended that there is a need to ensure the State Cooperative Societies Act follow the Model Cooperative Societies Act, and the transgression is judicial, and accordingly it recommended the need for constitution amendment. നമ്മൾ ഓർക്കേണ്ട പോയിന്റ് constitution amendment. Shivaji Rao Patil suggested, recommended constitutional amendment. അപ്പോൾ അവിടെ പോയിന്റ് ശിവജി റാവ് കമ്മിറ്റി എന്താ പറഞ്ഞിരിക്കണേ? തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എന്ത് വേണം? കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രവർത്തനങ്ങൾ അനിവാര്യമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും അതേസമയം അതൊരു ഓട്ടോണമസ് ഇൻ നേച്ചറാണ്, ഡെമോക്രാറ്റിക് ഇൻ നേച്ചറാണ്, പ്രൊഫഷണലിസം അത് അഡോപ്റ്റ് ചെയ്തിരിക്കണം, ഡെമോക്രാറ്റിക്കലി ഗവേൺ ആൻഡ് പ്രൊഫഷണലി മാനേജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ സംഭവിച്ചെങ്കിൽ കൂടെ ദ കമ്മിറ്റി റെക്കമെൻഡഡ് ദാറ്റ് ദർ ഇസ് എ നീഡ് ടു എൻഷുർ ദാറ്റ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഫോളോ ദ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. മുൻപ് പറഞ്ഞിരിക്കുന്ന മോഡൽ ആക്ട് തന്നെ സ്റ്റേറ്റ് ലെവൽ അഡോപ്റ്റ് ചെയ്യുകയും ആൻഡ് അത് വളരെ നീതിപരമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കും. അക്കോർഡിംഗ്ലി ഇറ്റ് റെക്കമെൻഡഡ് ദാറ്റ് ദ നീഡ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്ത്യൻ ഭരണഘടനയിലെ കോപ്പറേറ്റീവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാലോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് എങ്ങനെയായിരിക്കണം എന്നുള്ള ആ ഒരു സത്യം അതെന്തായിരിക്കണമെന്ന് ആ അമെൻമെൻറ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ശിവജി നമ്മൾ പറയുന്ന പോലെ ശിവജി റാവ് പാട്ടീൽ സജസ്റ്റഡ്, റെക്കമെൻഡഡ് ദ കോപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നീഡ് ഫോർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അമെൻമെൻറ്റിൽ അത് ഏർപ്പെടുത്തണമെന്നുള്ള ഒരു സജഷനാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ദെൻ 2009 ഈ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്യുകയും അതിൻ്റെ റിപ്പോർട്ടും അങ്ങനെയാണ്. 2012 ആയപ്പോഴേക്കും 2012 അമെൻമെൻറ്റ് കൊണ്ടുവരികയാണ്. 2012 ദ 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് നമുക്ക് ഫേമസ് ആയിട്ട് നമുക്ക് എപ്പോഴും അറിയണതാണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു അമെൻമെൻറ്റ്, പരിവർത്തനം, ഒരു മാറ്റം. ആ അമെൻമെൻറ്റ് നമ്മൾ അറിയപ്പെടുന്നത് 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. 2002 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ശിവജി റാവ് കമ്മിറ്റിയാണ് എന്ത് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ
കോർപ്പറേഷൻ ഉൾപ്പെടുത്തണമെന്ന് സജസ്റ്റ് ചെയ്യുകയുണ്ടായി. 2009 സജസ്റ്റ് ചെയ്തു. 2012 97ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലെ കോർപ്പറേഷൻ എന്തായിരിക്കണമെന്ന് പറയുന്നൊരു ക്ലോസ് ആ അമെൻമെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഫേമസ് ആയിട്ടുള്ള 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്. അവിടെ ഒരു പാരഗ്രാഫ് നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. 2012 the 97th Constitution Amendment Act was passed and the act came into effect on 15th February 2012. Insertion of the word cooperative societies in the article of Constitution makes formation of cooperative societies fundamental right of Indian citizen. ആ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ളത് അതൊരു എന്താക്കി മാറ്റിയിട്ടുണ്ട്? ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ. ഒരു ഇന്ത്യൻ സിറ്റിസൻ്റെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് അതിനെ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 43B ഇൻസർട്ടഡ് ഇൻ പാർട്ട് ഓഫ് 4th ഓട്ടോണമസ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. അമെൻമെൻറ്റ് ഇൻ പാർട്ട് 9B incorporating articles of 243 ZH 243 ZT have regulatory effect on the Constitution Board of Directors, supersession of committee in office, election to the managing committee. അതായത് എന്തൊക്കെയായിരിക്കണം ഓരോ പേജുകളിലായിട്ട്, അതായത് അതിൻ്റെ ഇലക്ഷൻ പ്രോസസ്സ് എന്താണ്, ഓഡിറ്റിംഗ് പ്രോസസ്സ് എന്താണ്, ജനറൽ മീറ്റിംഗ് എങ്ങനെയാണ്, അതിൻ്റെ ക്വാറം എന്താണ് എന്നൊക്കെ പറയുന്ന നിയമപരമായിട്ടുള്ള സാധ്യതകളെ കുറിച്ച് പറയുന്നുണ്ട്. നെസസറി അമെൻമെൻറ്റ്സ് ഹാവ് ബീൻ അഫക്റ്റഡ് ഇൻ ദ കോപ്പറേറ്റീവ് ലോസ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ ലൈൻ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് 97th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് 2012. 2012 97ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വരികയും അത് നടപ്പിൽ വരുത്തുകയും ഉണ്ടായി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 2013 കമ്പനീസ് ആക്റ്റൊക്കെ മാറ്റം വരുത്തിയിരിക്കുന്ന ഇയറാണ് 2013. നമുക്ക് ഫേമസ് ആണ് കമ്പനീസ് ആക്ട് 2013. പ്രകാശ് ബാക്ഷി കമ്മിറ്റി Prakash Bakshi Committee, expert committee on short-term cooperative credit structure, made a study on the weakness and threats that are encountered by primary agriculture credit societies and recommended conversion of these societies into business correspondents of district cooperative banks. പിന്നീട് പ്രകാശ് ബാക്ഷി കമ്മിറ്റി expert committee on short-term cooperative credit structure 2013 made a study on weakness and threats that are encountered by primary agriculture credit societies and recommended conversion of these societies into business correspondents of district cooperative banks. മാത്രമല്ല അവരുടെ സജഷൻ, പ്രകാശ് ബാക്ഷി കമ്മിറ്റിയുടെ സജഷൻ എന്തായിരുന്നു വെച്ചാൽ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ ത്രെഡ്സ് ആൻഡ് വീക്ക്നെസ്, അത് അവരുടെ പ്രശ്നങ്ങളും അവരുടെ ഭീഷണികളും അവർ നേരിടുന്ന വെല്ലുവിളികളും, അവരെ എന്ന് ഉദ്ദേശിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. സെയിം ടൈം പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് റെക്കമെൻഡഡ് കൺവേർഷൻ ഓഫ് ദീസ് സൊസൈറ്റീസ് ഇൻ ടു ബിസിനസ് കറസ്പോണ്ടൻസ്. ഈ നമ്മൾ കാണുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവിൻ്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഒക്കെ ബാങ്കിൻ്റെ ഒക്കെ ലീഡർഷിപ്പോട് കൂടി നടത്താൻ പറ്റാവുന്ന ഒരു ബാങ്കിങ് ഹാബിറ്റ് കൂടി ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്ഥാപനമാക്കി മാറ്റണം. കറസ്പോണ്ടൻസ് ചെയ്യാനുള്ള റൈറ്റ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് നൽകണം എന്ന് പറയുന്നതാണ് 2013 വന്നിരിക്കുന്ന റിവിഷൻ. ദെൻ ഇറ്റ് ഈസ് കണ്ടിന്യൂ. അതേ റിവിഷനിലാണ് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ള അത്ര വരെയാണ്, 2013 വരെയാണ്. അപ്പോൾ ഇതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു. ഈ ടോപ്പിക്കിൽ ഇമ്പാക്റ്റ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി എന്താണെന്ന് പറഞ്ഞു. ലിബറലൈസ്ഡ്, പ്രൈവറ്റൈസ്ഡ്, ഗ്ലോബലൈസ്ഡ് എക്കോണമി. വളരെ വലിയ കാതലായിട്ടുള്ള എക്കണോമിക് റിഫോംസ് ആണ് ഇത് 1991 പോളിസി. അപ്പോൾ കോപ്പറേറ്റീവ് സെക്ടറിൽ അതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ? കോപ്പറേറ്റീവ് സെക്ടറിൽ 1991 ദെൻ ഫസ്റ്റ് വൺ ഈസ് ചൗധരി ബ്രഹ്മ പ്രകാശ് കമ്മിറ്റിയെ ഫോം ചെയ്തു. ആ കമ്മിറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓട്ടോണമസ് ആയിരിക്കണം, ഡെമോക്രാറ്റിക് ആയിരിക്കണം, പ്രൊഫഷണലിസം ഉണ്ടായിരിക്കണം എന്ന് പറയണു. സെയിം ടൈം കോപ്പറേഷൻ ഈസ് എ സ്റ്റേറ്റ് ലെവൽ സബ്ജക്റ്റ്. ഇറ്റ് ഈസ് എ മോഡൽ ഓഫ് കോപ്പറേറ്റീവ് എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെട്ടിരിക്കുന്നത്. പിന്നീട് 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അത് 1984 മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് പുതിയ ഒരു ആക്ട് നിലവിൽ വന്നു. 2002 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് റീപ്ലേസ് ചെയ്യുകയുണ്ടായി. ദെൻ 2002 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പബ്ലിഷ്ഡ് അനൗൺസ്ഡ് എ നാഷണൽ പോളിസി. ഒരു നാഷണൽ പോളിസി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് നാഷണൽ പോളിസി? പ്രൊമോട്ട് ദ
കോപ്പറേറ്റീവ് സെക്ടർ, ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഓട്ടോണമസ് എന്ന് പറയുന്നതിനെയും ഡെമോക്രാറ്റിക്കിനെയൊക്കെ ഒന്നുകൂടെ ഫോഴ്സ് ചെയ്യുന്ന രീതിയിലും ഈ റോൾ മോഡലിനെയും ബാധകമാക്കിക്കൊണ്ടൊരു പോളിസിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്സാക്കിയിട്ടുള്ളത്. 2005 വീണ്ടും അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു വൈദ്യനാഥൻ കമ്മിറ്റിയെ ഫോം ചെയ്തു. ഈ വൈദ്യനാഥൻ കമ്മിറ്റി എന്ന് പറയുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ ഹെഡായിട്ടാണ് വൈദ്യനാഥൻ കമ്മിറ്റി ഫോം ചെയ്തത്. ഈ വൈദ്യനാഥൻ കമ്മിറ്റിയുടെ വൈദ്യനാഥൻ കമ്മിറ്റിയുടെ മെയിൻ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് എ സെൻട്രൽ ഫൈനാൻഷ്യൽ പാക്കേജ് ടു പ്രൈമറി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഒരു സെൻട്രൽ പാക്കേജ് അവർക്ക് കൊടുക്കണം, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് കൊടുക്കണം എന്ന് പറയുന്നതാണ് വൈദ്യനാഥൻ കമ്മിറ്റി. ദെൻ അതിനുശേഷം ബാങ്ക് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യാനും പാടില്ല എന്ന് പറയുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് വൈദ്യനാഥൻ കമ്മിറ്റി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 2009 ശിവജിറാവ് പാട്ടീൽ സജസ്റ്റഡ് കമ്മിറ്റിയെ ഫോം ചെയ്തു. ആ കമ്മിറ്റിയുടെ സജഷൻ എന്തായിരുന്നു? മെയിൻ സജഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ദെൻ 97th അമെൻമെൻറ്റ് പറ്റി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് റൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇനി വീണ്ടും ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്കൊരു എത്തിനോട്ടം എന്ന് പറയുന്ന പോലെ ഫസ്റ്റ് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ കൺട്രീസ് വാസ് മെയ്ഡ് ടു റെഗുലേറ്റ് ദ കോപ്പറേറ്റീവ്, എന്താണ് കോപ്പറേഷൻ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് തന്നെ ഇൻവോൾവിങ് മ്യൂച്വൽ അസിസ്റ്റൻസ് ഇൻ വർക്കിംഗ് ടുവേർഡ്സ് എ കോമൺ ഗോൾ. ഒരു പൊതു താല്പര്യത്തിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുക, മ്യൂച്വൽ അസിസ്റ്റൻസ് ഇൻ വർക്കിംഗ് ടുവേർഡ്സ് എ കോമൺ ഗോൾ. അതായത് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ഒരേ സമയം എല്ലാവരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അത് കോപ്പറേഷൻ എന്ന് പറയുന്ന ടൈമിൽ വരുന്നുള്ളൂ. ദെൻ അതാണ് ഒരു ഫസ്റ്റ് നമ്മൾ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒറിജിൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. ഒറിജിൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വേൾഡ് ലെവലിലാണ്, ലോകത്ത് എവിടെയാണ് ആദ്യമായിട്ട് കോപ്പറേറ്റീവ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ക്യാപിറ്റലിസം ഇംഗ്ലണ്ട്, അതിൻ്റെ ഒറിജിൻ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ റോബർട്ട് ഓവൻ ഈസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. രാജ്യത്തിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്ന് പറയുന്നത് റോബർട്ട് ഓവനാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് അതിൽ നമ്മൾ അതിൽ ഒട്ടും മറക്കാൻ പറ്റാത്ത പോയിൻ്റ് ഇതാ റോക്ക്ഡെയിൽ സൊസൈറ്റി ഓഫ് ഇക്വിറ്റബിൾ പൈനിയേഴ്സ്. അതാണ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മൾ ജർമ്മനിയിലെ സ്കൂൾസ് ഡെലീഷ്, റൈഫൈസൺ, ആ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു. ഒക്കെ പുതുതായിട്ട് പഠിക്കുന്ന പേരുകളാണ് അതൊക്കെ. സെയിം ടൈം അവിടെ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ICA നിലവിൽ വന്നു. ICA ഈസ് എ നോൺ ഗവൺമെൻറ്റൽ കോപ്പറേറ്റീവ് ഫെഡറലിസം. ഇതാണ് ഫസ്റ്റ് ടോപ്പിക്കിലെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്. അത് ഒന്നുകൂടി നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനായിട്ട് പ്രീവിയസ് വീഡിയോസ് ഒന്നുകൂടി എടുത്ത് അതിൻ്റെ സമ്മറിയിലേക്ക് വരാം. ഫസ്റ്റ് ക്ലാസ് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ദെൻ ഫസ്റ്റ് അത് പഠിച്ച ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ, ICA സജസ്റ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൽ പഠിക്കാനുള്ളത്. അതിനുശേഷം നീഡ് ഫോർ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ കോപ്പറേറ്റീവ്സ്. ഒരു ലീഗൽ ഫ്രെയിംവർക്കിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ബുക്കിൻ്റെ പേര് തന്നെ എന്താ? ലീഗൽ എൻവയൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സ്. ലീഗൽ എൻവയൺമെൻറ്റ് അതായത് സറൗണ്ടിങ്സ്, നിയമപരമായിട്ടുള്ള ചുറ്റുപാടുകൾ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നിലനിൽക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നിയമപരിരക്ഷ ഏതൊക്കെയാണ്, അതിൻ്റെ എനാക്ട്മെൻറ്റ്, അതാണ് അതിൻ്റെ ആവശ്യകതയുണ്ട്. തീർച്ചയായിട്ടും അത് ആവശ്യമുണ്ടെന്ന് പറയാനുള്ള കാരണം അവർക്കൊരു ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്ന രീതിയിൽ. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. കോപ്പറേറ്റീവ് ലോ പ്രൊവൈഡ്സ് ക്ലാരിറ്റി ടു ദ കോപ്പറേറ്റീവ്സ്. എല്ലാ കോപ്പറേറ്റീവ്സിനും വളരെ വ്യക്തമായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നിലനിൽക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. ലോ ഹെൽപ്സ് ഇൻ എ ഓർഡർ. ഒരു നിയമം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്രിയേറ്റ്സ് എ ഡിസിപ്ലിൻ, ഇറ്റ് ഈസ് ആൻ ഓർഡർലി ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഏരിയാസ്. അല്ലേ, നമ്മളൊരു നിയമം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ്, ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോപ്പറേറ്റീവ്സിന് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്നതിൻ്റെ ഒരു സ്ട്രക്ചർ കോപ്പറേറ്റീവ് ലോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ കോപ്പറേറ്റീവ്സ് ഈസ് നെസസറി. അതാണ് പിന്നെ പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക്. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന ടോപ്പിക്ക് ഏതാ? കോപ്പറേറ്റീവ് ലോ ആൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. എന്താണ് കോപ്പറേറ്റീവ് ലോ പഠിച്ചിട്ടുണ്ട്. ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്,
ഇവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ട്, പിന്നെ റിഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ട്. ദെൻ ഒരു 3 പോയിൻ്റാണ് പിന്നീട് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി, ഡെഫിനിഷൻ, വാല്യൂ, ഈ 3 പോയിൻറ്റും. അതിൽ ഡെഫിനിഷനിൽ വാട്ട് ഈസ് മെന്റ് ബൈ കോപ്പറേഷൻ, കോപ്പറേറ്റീവ് ഈസ് എ ഓട്ടോണമസ്, ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ പഠിച്ചു. കോപ്പറേറ്റീവ് ഈസ് എ ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് യുണൈറ്റഡ് വളണ്ടർലി, സ്വമേധയ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ച് കൂടിച്ചേരുകയും ടു മീറ്റ് ദെയർ കോമൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ്, സോഷ്യൽ നീഡ്സിനോ എക്കണോമിക് നീഡ്സിനോ കൾച്ചറൽ നീഡ്സിനൊക്കെ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുക. ത്രൂ ആൻഡ് ജോയിൻ്റ്ലി ഓൺഡ് ആൻഡ് ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ്, ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ആ ഡെഫിനിഷൻ പഠിച്ചിരിക്കണം അല്ലേ. ആ ഡെഫിനിഷൻ വെച്ചാൽ മറ്റുള്ള കോപ്പറേറ്റീവ് കമ്പനീസിനും പാർട്ട്ണർഷിപ്പെന്നും ബിസിനസ്സെന്നും സോൾ പ്രൊപ്പറേറ്റർഷിപ്പെന്നും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് ഇത് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇത് വേൾഡ് ലെവലിൽ അതിനുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, വേൾഡ് ഹിസ്റ്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം ICA എന്ന് പറയുന്ന ഒരു നോൺ ഗവൺമെൻറ് ഫെഡറേഷൻ ഇതിൻ്റെ മുന്നിലെ നിലവിൽ വരികയും എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തു. റോബർട്ട് ഓവനാണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, വേൾഡിൽ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. പിന്നെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് പഠിച്ചിട്ടുണ്ട്, വളണ്ടറി, ഡെമോക്രാറ്റിക്, മെമ്പർ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി, ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, കോപ്പറേഷൻ among cooperatives, consent for community, very important. What are the principles of cooperation പഠിക്കണം, ഡെഫിനിഷനും കോപ്പറേഷനും പഠിക്കണം. പിന്നെ പഠിക്കുന്നത് ഇതാണ് ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ദെൻ അത് ഞാൻ പഠിപ്പിച്ചതിൽ 3 കാലഘട്ടങ്ങളായിട്ടാണ്, ലാസ്റ്റ് ടോപ്പിക്കാണ് നിരത്തിയിരിക്കുന്നത്. 3 കാലഘട്ടങ്ങളിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ആരാ, ഫ്രെഡറിക് നിക്കോൾസൺ. ഓർമ്മയുണ്ടായിരിക്കും ഫ്രെഡറിക് നിക്കോൾസൺ, ഇയറൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ദെൻ അതുപോലെ തന്നെ 1904 ആദ്യമായിട്ട് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആരംഭിച്ചിരിക്കുന്നത്. മദ്രാസിൽ നിന്ന് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഫ്രെഡറിക് നിക്കോൾസനെ അബ്രോഡിലേക്ക് അയക്കുകയും ദെൻ അബ്രോഡിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ആ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ പ്രാധാന്യം എക്കണോമിക്കിൽ എത്രമാത്രം ഉണ്ടെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് തന്നെ ടു ഫൈൻഡ് റൈഫൈസൺ എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. റൈഫൈസിനെ കണ്ടുമുട്ടി എന്ന് പറയുന്ന റിപ്പോർട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലും 1904 എന്ത് വന്നു, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിലേക്ക് വന്നു. വേൾഡിലെ ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും എല്ലായിടത്തും അതിൻ്റേതായിട്ടുള്ള ഓരോ രീതിയിലും കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഇന്ത്യയിൽ 1904 ആദ്യമായിട്ട് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയിട്ടുള്ളത് 1904 അവിടെ ഞങ്ങളുടെ പിന്നീട് നമ്മൾ എന്ത് പറയുന്നു, ഇന്ത്യയിലുള്ള ഇതിൻ്റെ പ്രവർത്തന മേഖലകളെ 3 തട്ടുകളിലായിട്ട് തരംതിരിച്ചു. പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് ആൻഡ് ആഫ്റ്റർ ന്യൂ എക്കണോമിക് പോളിസി. പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ 1904 പിന്നെ 1912 പിന്നെയും നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത്. അതിലെ ഓരോ കമ്മിറ്റീസും ഞാനിതുപോലെ ഓരോ ക്ലാസ്സിലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് നന്നായിട്ട് നോക്കുക. പിന്നെ ലാസ്റ്റ് ഇമ്പാക്റ്റ് ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. പിന്നെ അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻസ് നമുക്കതിന് പ്രതീക്ഷിക്കാവുന്നത്. ഫസ്റ്റ് വൺ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഒരു ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി തയ്യാറാക്കാനായിട്ട് പറയും. ആ ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഹിസ്റ്ററി തയ്യാറാക്കാനായിട്ട് പറയുമ്പോൾ ആദ്യം ഫ്രെഡറിക് നിക്കോൾസിനെ ഓർമ്മ വരണം. അതൊരു ചെറിയ ഹിസ്റ്ററി തയ്യാറാക്കണം. അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോയിട്ടുള്ള കാലഘട്ടങ്ങളെക്കുറിച്ച്, ടു ഫൈൻഡ് റൈഫേസിനെ കണ്ടുമുട്ടിയതൊക്കെ പറയണം. അതിനുശേഷം പിന്നെ പറയേണ്ടത് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ്. പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ 1912 ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുന്ന ടേം മാറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആവാം, ഫിഷറീസ് ആവാം, മറ്റുള്ള എല്ലാ സൊസൈറ്റീസും, ക്രെഡിറ്റ് സൊസൈറ്റി മാത്രമല്ല കോപ്പറേറ്റീവിൻ്റെ കീഴിൽ വരിക, എല്ലാ തരത്തിലുള്ള സൊസൈറ്റീസ് നമുക്കതിൽ രൂപീകരിക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞ് ശരിക്കും ഒരു കോപ്പറേറ്റീവിൻ്റെ നിയമം കൊണ്ടുവന്നത് 1912 അത് തുടർന്ന് നിങ്ങൾ ഓരോ മാഗ്ലഗൻ കമ്മിറ്റി, ഓരോ കമ്മിറ്റിയും അതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായിട്ട് എഴുതാം. പിന്നീട് നമ്മൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് എന്ന് പറയും. 1947 ശേഷം 5 ഇയർ പ്ലാൻസിലൂടെ കടന്നു വരിക. ആദ്യത്തെ 5 ഇയർ പ്ലാൻസിൽ
ഏതിന് പ്രാധാന്യം കൊടുത്തു? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് പ്രാധാന്യം കൊടുത്തു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ലീഡർഷിപ്പിലാണ് അന്ന് കോപ്പറേറ്റീവിന് രൂപം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് വീക്ക് എന്നുള്ള പേരിൽ നവംബർ 14 മുതലുള്ള അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ മുതലാണ് നമ്മൾ എന്തെന്ന് പറയുക, കോപ്പറേറ്റീവ് വീക്ക് എന്നുള്ള പേരിൽ ആചരിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞൊരു ഹിസ്റ്ററി നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ കമ്മിറ്റീസിനെ അപ്പോയിൻറ്റ് ചെയ്യുകയുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് പഠിക്കുക. അതിനുശേഷം ന്യൂ എക്കണോമിക് റിഫോംസ് എന്ന് പറയുന്ന രീതിയിൽ അതിനുശേഷമുള്ളതും പഠിക്കുക. അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എസ്ഐ ക്വസ്റ്റ്യൻ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. നെക്സ്റ്റ് വൺ, സ്പെസിഫിക് നീഡ്സ് സെർവ്ഡ് ബൈ ദ കോപ്പറേറ്റീവ് ലോ. അതായത് അതൊരു എസ്ഐ ക്വസ്റ്റിന് മാത്രം എഴുതാനുള്ളത് ഇല്ല ശരിക്കും. വാട്ട് ആർ ദി സ്പെസിഫിക് നീഡ്സ് സെർവ്ഡ് ബൈ ദ കോപ്പറേറ്റീവ് ലോ? ഒരു കോപ്പറേറ്റീവ് ലീഗൽ എൻവയൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സ് എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ അതിൽ വാട്ട് ആർ ദി സ്പെസിഫിക് നീഡ്സ് സെർവ്ഡ് ബൈ ദ കോപ്പറേറ്റീവ്, ഒരു കോപ്പറേറ്റീവ് ലോവിൻ്റെ പ്രാധാന്യം എന്താ? ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സ്പെസിഫിക് നീഡ്സ് സെർവ്ഡ് ബൈ ദ കോപ്പറേറ്റീവ് ലോ, ഈ ലോ എത്രമാത്രം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേറ്റീവ് ലോ? ഒരു കോപ്പറേറ്റീവ് നിയമത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അതിന് കുറേ പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്, 7-8 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അതൊക്കെ ഒന്നും കൂടെ വൃത്തിയായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് എഴുതേണ്ടി വരും. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ എക്സിസ്റ്റൻസിന് നിയമം വേണം, അതിന് റെഗുലാരിറ്റീസ്, അതിന് നിയമം ഉണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കോപ്പറേറ്റീവ് ആ ഒരു എസ്ഐ ക്വസ്റ്റ്യൻ, നീഡ് ഫോർ ലീഗൽ ഫ്രെയിംവർക്ക് ഫോർ കോപ്പറേറ്റീവ്സ്, അത് ഒരു എസ്ഐ ക്വസ്റ്റ്യൻ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ? പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷനിൽ നമ്മളിപ്പോൾ 7 പ്രിൻസിപ്പിൾസ് എന്നുള്ള പേരിൽ അറിയപ്പെടുക. അപ്പോൾ റിഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസും ആദ്യത്തെ പ്രിൻസിപ്പിൾസും ഒന്നും എഴുതണ്ട, ആകെ ഈ 7 പ്രിൻസിപ്പിൾസ് എഴുതിയാൽ മതി. വാട്ട് ആർ ദി പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ? ഇത് കോപ്പറേറ്റീവ് തിയറിയിലും പഠിക്കുന്നുണ്ട്, ലീഗൽ എൻവയൺമെൻറ്റും പഠിക്കുന്നുണ്ട്. രണ്ടിലും ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഷോർട്ട് എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാം, എസ്സേ ക്വസ്റ്റ്യനായിട്ടും വരാം. പിന്നെ അതേപോലെ റൈറ്റ് എ ഷോർട്ട് നോൺ ഒറിജിൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അപ്പോൾ അതിൽ എസ്സേ ക്വസ്റ്റ്യൻ പഠിക്കേണ്ടത് എന്താ? ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ചിലപ്പോൾ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മാത്രം എഴുതിയേ പറ്റില്ല, റൈഫേഴ്സിനെയും അതേപോലെ റോബർട്ട് ഓവനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേൾഡ് ഹിസ്റ്ററി എഴുതേണ്ടി വരും. ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഫ്രെഡറിക് നിക്കോൾസിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ഹിസ്റ്ററി തയ്യാറാക്കാം. അതാണ് അവിടെ എഴുതേണ്ട പോയിൻറ്റ്സ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി, അതേപോലെ തന്നെ ഡെഫിനിഷൻ ഓഫ് കോപ്പറേഷൻ, 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ്, ICA. ഈ പറയുന്നതിനെ കുറിച്ചൊക്കെ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അവിടെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഏകദേശം എന്ത് ചെയ്തു, ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ സെക്കൻഡ് മൊഡ്യൂൾ കൂടെ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ, അതിൽ 1904 ആക്റ്റുകളെക്കുറിച്ചും 1912 ആക്റ്റുകളെക്കുറിച്ചും എല്ലാം വൈദ്യനാഥൻ കമ്മിറ്റിയെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് നിങ്ങൾ വിശദമായിട്ട് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിലെ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രൂഡ് സൊസൈറ്റീസ് ആക്ട് 1904 നമ്മൾ ഇവിടെ എന്ത് പഠിച്ചു? ഇവിടെ പഠിക്കുമ്പോൾ 1904 എന്ന് പറയുന്നതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വന്നേ എന്ന് പഠിച്ചു. സെക്കൻഡ് ചാപ്റ്ററിൽ എന്താ പഠിക്കുന്നത്? അതിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്. അതിനുശേഷം നമ്മൾ പഠിച്ചെന്താ? 1912 ക്രെഡിറ്റ് സൊസൈറ്റീസ് മാറ്റിയിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്കി മാറ്റി എന്ന് പറയണം. ആ ലോ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1991. അതാണ് ഇപ്പോൾ പറഞ്ഞ മോഡൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനാണ് സെക്കൻഡ് ചാപ്റ്റർ. ഒപ്പം ജാസ്മിൻസ് കൂടെ അത് ഷെയർ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ 97th അമെൻമെൻറ്റ് ആക്ട് 2011 ആൻഡ് വൈദ്യനാഥൻ കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഹിസ്റ്ററിയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. വൃത്തിയായിട്ടത് പഠിക്കുക. ദെൻ നെക്സ്റ്റ് മൊഡ്യൂൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ പഠിക്കുക. യാതൊരു സംശയവും ഉണ്ടാവില്ല എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.